വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിലെ ഒരു യൂണിവേഴ്സ് സൃഷ്ടിച്ചിരിക്കുകയാണ്. മിന്നൽ മുരളിക്ക് ശേഷം രണ്ടാമത്തെ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ. നമ്മുടെ ഇന്ദ്രനിലും ഗോകുല് രണ്ട് ഇരട്ട സംവിധായകരാണ് സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ മിന്നൽ മുരളി ആയാലും കുഞ്ഞിരാമായണമൊക്കെ നമുക്കറിയാം. അവരിതായിട്ട് സെറ്റ് ചെയ്ത ഒരു ഗ്രാമവും അവിടുത്തെ ആളുകളും വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഒരു മേമ്പൊടി തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അതേ ഫ്ലേവർ. പ്ലാച്ചിക്കാവ് എന്നുള്ളൊരു സാങ്കല്പിക ഗ്രാമം, അവിടുത്തെ നിഷ്കളങ്കരായ ആളുകൾ, കുറച്ച് അതായത് പണ്ടത്തെ ഒരു കഥ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതും വലിയ രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കില്ല. കാരണം ആ വില്ലേജിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഡ്രാമ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ. നല്ല രസകരമായിട്ടുള്ള ഗ്രാമവും അത് ക്യാരക്ടറൈസേഷനൊക്കെ നന്നായിരുന്നു. അവിടെ ഉജ്ജ്വലൻ എന്ന കഥാപാത്രം ധ്യാൻ ശ്രീനിവാസനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി അവിടുത്തെ ലൊട്ടിലൊടുക്ക് കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കൊച്ചു ഡിറ്റക്റ്റീവാണ്. പുള്ളി ഒരു ലൈബ്രറി നടത്തുന്നുണ്ട്. അവിടെ ഫുള്ള് ഈ ഡിറ്റക്റ്റീവ് നോവലുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ലൊട്ടിലൊടുക്ക് മീൻസ് ഈ കിണ്ടി, വഴക്കൊല തുടങ്ങിയ മോഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊടുക്കുന്ന, നാട്ടിൽ പോലീസുകാരെയൊക്കെ സഹായിക്കുന്ന ഒരു ഉജ്ജ്വലൻ എന്ന ക്യാരക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ക്രൈം റേറ്റ് ഇല്ലാത്ത ഒരേ ഒരു കള്ളം മാത്രം അടങ്ങുന്ന കൊച്ചു പോലീസ് സ്റ്റേഷൻ. അവരും ഒരു രസകരമായ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആ ഒരു നാട്ടിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോഴാണ് ഒരു കൊലപാതകം നടക്കുന്നത്. ആ നാട്ടുകാർക്ക് ഒട്ടും പരിചിതമല്ലാത്ത രീതിയിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നു. അങ്ങനെ ഉജ്ജ്വലൻ അതിൻ്റെ അന്വേഷണത്തിനായി ഇറങ്ങുന്നു. പക്ഷെ തുടരെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് ആ നാട്ടിൽ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇറക്കുകയാണ്. ശംഭുവാണ് അതിൻ്റെ ഹെഡ്. സിജു വിൽസണാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളി ഗംഭീരമായിട്ട് തന്നെ ആ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായി കൈകാര്യം ചെയ്യും എന്ന് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നും. പുള്ളിയുടെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു, ബോഡി ഫിസിക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ശംഭു എത്തുന്നു, ഇവിടെ ഉജ്ജ്വലനും ഉണ്ട്. രണ്ടുപേരിൻ്റെ തമ്മിലുള്ള പാരലായിട്ടുള്ള കുറച്ച് അന്വേഷണം കാണിക്കുന്നു. പിന്നീട് തുടർന്ന് നമ്മളെ കൊലയാളിയിലേക്ക് എത്തുന്നു. കൊലയാളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ ഒരു സൈക്കോ കില്ലിംഗ് സിനിമകളെ കണ്ടുവരുന്ന ഇൻവെസ്റ്റിഗേഷൻ മോഡ് സെയിം ആണെങ്കിൽ പോലും അത് അവതരിപ്പിച്ച രീതി ഇവിടെ ഇത്തിരി വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഹ്യൂമറസ് ഫ്ലേവർ മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അങ്ങനെ അത്യാവശ്യം നല്ല ഡീസൻ്റായി കാണാവുന്ന ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്നാൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നും തോന്നുന്നുണ്ട്. ചിലയിടത്തൊക്കെ പാടം ഡൗൺ ആവുന്നുണ്ട്. കാരണം ഒരു സ്പീഡായിട്ടുള്ള ഒരു സിനിമയല്ല. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഡിറ്റക്റ്റീവിൻ്റെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊന്നും കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഒരു നോർമലായിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും അങ്ങനെ വലിയ തലച്ചോറ് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാൻ പോകുന്ന പോലെയോ കുറേ പോയിന്റ്സ് കണക്ട് ചെയ്ത് ഇത് കണ്ടുപിടിക്കുന്ന പോലെയോ ഒന്നും ഇല്ല. പക്ഷെ എങ്കിലും ഈ ഒരു അറ്റംപ്റ്റിന് ഒരു യൂണിവേഴ്സ്, രസകരമായ ഒരു അന്തരീക്ഷം അങ്ങനെ ഉള്ള രീതി എടുക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ. പിന്നെ വില്ലനെ കാണിക്കുന്ന സീന്, ആ റിവീൽ ചെയ്യുന്ന സീന് പെട്ടെന്ന് വന്ന പോലെ തോന്നി. കാരണം അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ഹൈ മൊമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് വന്നു പെട്ടെന്ന്. നമ്മളതൊന്ന് തിങ്ക് ചെയ്യുമ്പോഴേക്ക് കാണിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇതിൻ്റെ അടുത്ത ഒരു വേർഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അടുത്തൊരു സിനിമയുടെ ഒരു ലീഡ് കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് എൻ്റെ ക്രെഡിറ്റിൽ. അപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വരട്ടെ എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കോമിക് ക്യാരക്ടറായിട്ടാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നി റൈറ്റിങ്ങിൽ. കാരണം അതൊരു നല്ലൊരു ഗെയിം അല്ലെങ്കിൽ മൈൻഡ് ഗെയിം വെച്ചിട്ട് ഈ രണ്ടുപേരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒരു നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു. എങ്കിൽ കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടിയാണ്. സോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എനിക്കൊരു ഡീസൻറ്റ് മൂവി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.